ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നാളെയാണ് ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലുള്ള സൗഹൃദ മത്സരം നടക്കുക. നാളെ പുലർച്ചെ ഇന്ത്യൻ സമയം 5:30 ഈ മത്സരം കാണാൻ കഴിയുക. ഈ മത്സരത്തിൽ വിനീഷ്യസ് ജൂനിയർ കളിക്കുമോ എന്ന കാര്യത്തിൽ തുടക്കത്തിൽ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ സംശയങ്ങൾ ഒക്കെ ഇപ്പോൾ നീങ്ങിയിട്ടുണ്ട്. വിനീഷ്യസ് ജൂനിയർ കളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഫിറ്റ്നസ് സംബന്ധമായ ചില പ്രശ്നങ്ങളും ഭീതികളും അദ്ദേഹത്തിനുണ്ട്. എന്നിരുന്നാലും ഈ മത്സരത്തിൽ കളിക്കേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം മോശം പ്രകടനമായിരുന്നു നടത്തിയിരുന്നത്. അതിൻ്റെ പേരിൽ വലിയ വിമർശനങ്ങൾ വിനിക്ക് ലഭിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെ ക്രൊയേഷ്യക്കെതിരെ അദ്ദേഹം കളിച്ചേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടുകൂടി ഈ വിമർശനങ്ങൾ അധികരിച്ചിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ ഈ മത്സരം കളിക്കാൻ തീരുമാനിച്ചത്. വിമർശകർക്ക് മറുപടി നൽകാൻ ഈ മത്സരം കളിക്കുകയും മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നുള്ളത് വിനീഷ്യസ് ജൂനിയർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വേദനകൾ അദ്ദേഹത്തെ അലട്ടുന്നില്ല. എന്തായാലും ഈ മത്സരത്തിൽ കളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഒരു പോസിബിൾ ലൈനപ്പ് കൂടി അവരിപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ഗോൾ കീപ്പർ ആയിക്കൊണ്ട് ബെൻഡോ ഉണ്ടാവാനാണ് സാധ്യത. പക്ഷേ എഡേഴ്സണെ കൊണ്ടുവരാനുള്ള സാധ്യതകളെ നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ ഡാനിലോ കളിച്ചേക്കും. അതല്ലെങ്കിൽ റോജർ ഇബാനസ് ആയിരിക്കും കളിക്കുക. സെൻട്രൽ ബാക്ക് പൊസിഷനിൽ മാർക്കിഞ്ഞോസ് ഉണ്ടാകും. അദ്ദേഹത്തോടൊപ്പം ലിയോ പെരേരയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ മറ്റൊരു വിങ് ബാക്ക് പൊസിഷനിൽ ഡഗ്ലസ് സാന്റോസ് ആയിരിക്കും. മധ്യനിരയിൽ കാസമിറോക്ക് സ്ഥാനം ഉറപ്പാണ്. അദ്ദേഹത്തോടൊപ്പം ആൻഡ്രേ സാന്റോസ് ഉണ്ടാകും. അതല്ലെങ്കിൽ ബോട്ടഫോഗയുടെ ഡാനിലോ എന്ന താരമായിരിക്കും ഉണ്ടാവുക. മുന്നേറ്റ നിരയിൽ ലൂയിസ് ഹെൻറിക്കെ, മാത്യൂസ് കുഞ്ഞ, ജാവോ പെഡ്രോ, വിനീഷ്യസ് ജൂനിയർ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. വിനീഷ്യസ് ജൂനിയർ ഈ മത്സരം കളിക്കും എന്നുള്ളത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.